പുതിയ ടാസ്കിൻ്റെ ഡെമോ വീഡിയോ ആണ്. ആർക്കൊക്കെയാണോ ഇന്നത്തെ ഡേറ്റിൽ ടാസ്ക് തന്നിട്ടുള്ളത് അവർ മാത്രമേ ഇന്ന് ഓപ്പൺ ചെയ്ത് നോക്കേണ്ടതുള്ളൂ. മറ്റുള്ളവർക്ക് ഓപ്പൺ ആവില്ല. അവരവർക്ക് തന്ന ഡേറ്റിന് മാത്രമാണ് ഓപ്പൺ ആവുക. ഇന്നത്തെ ഡേറ്റിന് ആർക്കൊക്കെയുണ്ടോ അവർ അവരവരുടെ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മുടെ പേരിന് മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡാഷ്ബോർഡിലേക്ക് വരിക. ഇവിടെ മൂന്നാമത്തെ ഓപ്ഷനിൽ ടാസ്ക് ഉണ്ട്. ടുഡേ ടാസ്ക്, ഇതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുൻപ് മറ്റൊരു കാര്യം കൂടി പറയാം. ഇന്നിപ്പോൾ ഡിലേ ആയതുകൊണ്ട് ഇന്നത്തെ ടാസ്ക് നാളെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ആദ്യം ഇത് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സ്റ്റെപ്പ് 1 പറയുന്നത് ഗോ ടു ഗൂഗിൾ ക്രോം ഓർ എനി ബ്രൗസർ. നമ്മുടെ ഗൂഗിൾ ക്രോം ബ്രൗസറിലേക്ക് പോവുക. ഇവിടെ എനി ബ്രൗസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഗൂഗിൾ ക്രോം തന്നെ എല്ലാവരും ഉപയോഗിക്കുക. മറ്റ് ബ്രൗസറിൽ ചില ഓപ്ഷനുകളൊന്നും കാണാൻ സാധിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൂഗിൾ ക്രോം തന്നെ ഉപയോഗിക്കുക. സ്റ്റെപ്പ് 1 പോകേണ്ടത് ഗൂഗിൾ ക്രോമിലേക്ക് പോവുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് amazon.in എന്നവിടെ ടൈപ്പ് ചെയ്യണം. ക്രോം ബ്രൗസറിൽ ഈ പേര് ഇതേ സ്പെല്ലിംഗ് തന്നെ ടൈപ്പ് ചെയ്യണം. ഓക്കെ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് ആമസോണിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതായത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു, ഇനി ക്ലിക്ക് ചെയ്താൽ ആ വെബ്സൈറ്റ് ഓപ്പൺ ആകും. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത്. നാലാമത്തെ സ്റ്റെപ്പിൽ സെലക്ട് എനി വൺ പ്രോഡക്റ്റ്. അതായത് ആമസോണിൻ്റെ വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ ഒത്തിരി പ്രോഡക്റ്റുകൾ കാണിക്കും. ആ ഒരു വെബ് പേജിൽ ഒത്തിരി പ്രോഡക്റ്റ്സ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് കൃത്യമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ. അതിനുശേഷം പറയുന്നത് ആ സെലക്ട് ചെയ്ത പ്രോഡക്റ്റിൻ്റെ URL അവിടെ തന്നെ കാണിക്കും. URL അതായത് അതിൻ്റെ ലിങ്ക് അവിടെ കാണിക്കും. അതിനെ കോപ്പി ചെയ്യണം. ഓക്കെ. ഇത് ഇത്ര കാര്യങ്ങളാണ് 5 സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്കിനി ഡെമോ കാണാം. ആദ്യം പറഞ്ഞത് ചെയ്യാം. ഇവിടെ ആദ്യമായിട്ട് പറഞ്ഞത് ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യണം. ഓക്കെ. അതിനുവേണ്ടി ഇപ്പം ഞാൻ മിനിമൈസ് ചെയ്യുകയാണ്. നമ്മുടെ ബ്രൗസറിൽ വരിക. ക്രോം ബ്രൗസർ ആരുടെയൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലയോ, ക്രോം ബ്രൗസർ ആരുടെയൊക്കെ പഴയതുള്ളത് അവരൊക്കെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്ത് നീറ്റായിട്ട് വെക്കണം. അതിനുശേഷം ഓപ്പൺ ചെയ്യാം. ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇത് തുടക്കത്തിൽ തന്നെ ഇങ്ങനെ വന്നത്. എല്ലാവരുടെയും മൊബൈൽ ഇങ്ങനെ വരണമെന്നില്ല. ഇവിടെ ഒരു കാര്യം ചെയ്യാനുണ്ട്. നമ്മൾ എത്ര വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അത്ര വെബ്സൈറ്റിൻ്റെയും നമ്പറുകൾ സംഖ്യ ഇവിടെ കാണിക്കും. എനിക്കിവിടെ ഒന്നെന്ന് കാണിക്കുന്നത്, ഞാൻ ഒരു പേജ് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. അവരവരുടെ മൊബൈലിൽ ഒത്തിരി കാണിക്കുന്നുണ്ടാവും. അതൊക്കെ ക്ലോസ് ചെയ്തേക്കും. ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇതിന് മുകളിൽ തന്നെ ഒരു ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒത്തിരി പേജസ് കാണിക്കും. ഇതേ പേജസ് ഇവിടേക്ക് ഒത്തിരി കാണിക്കും. അതൊക്കെ ക്ലോസ് ചെയ്യണം. ഈ 3 ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ക്ലോസ് ആൾ ടാബ്സ് അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കാണിക്കും. ഈ നീലയ്ക്ക് മുകളിൽ ക്ലിക്ക് ചെയ്തേക്കും. അപ്പോൾ എല്ലാം ക്ലോസ് ആകും. ഓക്കെ. ഇനി അഗൈൻ ക്രോം ബ്രൗസർ ക്ലിക്ക് ചെയ്യാം. ഇവിടെ സ്റ്റെപ്പ് 2 എന്താണോ പറയുന്നത്, വെബ്സൈറ്റിൻ്റെ പേര് ഇവിടെ എൻ്റർ ചെയ്യണം എന്നാണ് പറഞ്ഞത്. amazon.in. സ്പെല്ലിംഗ് വളരെ കൃത്യത ഉണ്ടാവണം. സ്പെല്ലിംഗ് തെറ്റിപ്പോയരുത്. കമ്പനി എന്താണോ അവിടെ സ്പെല്ലിംഗ് സെക്കൻഡ് ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് അത് തന്നെ ടൈപ്പ് ചെയ്യുക. അതിൻ്റെ ശേഷം ഈ മാഗ്നിഫയർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ കാണണമെന്നില്ല. ചിലവർക്ക് മൊബൈൽ എവിടെയും കാണിക്കും മാഗ്നിഫയർ. അത് എവിടെയാണുള്ളത് അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ amazon.in വെബ്സൈറ്റിലേക്ക് പോകും. ഇവിടെ ഒത്തിരി വെബ്സൈറ്റ് കാണിക്കുന്നുണ്ട്. സ്പെല്ലിംഗ് നോക്കണം. ഇവിടെ ഈ സിമ്പിൾ ഉണ്ടെന്ന് കരുതിയിട്ട് ഇതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യരുത്. ഇത് വേറെയാണ്. ഇവിടെയാണുള്ളത് amazon.in. സെയിം ഇതേ പേര് തന്നെ കാണിക്കുന്നിടത്ത് വേണം ക്ലിക്ക് ചെയ്യാൻ. പിന്നെ ചിലരുടെ മൊബൈലിൽ ആമസോണിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കാണും എന്ന് കരുതി ആപ്പിലൂടെ പോവരുത്. വെബ്സൈറ്റിലൂടെ തന്നെ വരണം. ക്രോം ബ്രൗസറിൽ വന്നിട്ട് തന്നെ ഇവിടെ തന്നെ ഓപ്പൺ ചെയ്യണം. അതല്ലാതെ എൻ്റെ മൊബൈലിൽ ഞാൻ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ട് ഞാൻ ലോഗിൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ കാര്യം നടക്കത്തില്ല എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുകയാണ്. വെബ്സൈറ്റിലൂടെ വന്നിട്ട് amazon.in ഇതിന് മുകളിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഓപ്പൺ ആയതാണ് ആമസോണിൻ്റെ വെബ്സൈറ്റ്. ഇവിടെ ചിലപ്പോൾ പരസ്യങ്ങൾ വേറെ ഏതെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ചെറിയ പരസ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻടു മാർക്ക് ചെയ്ത് വിട്ടേക്കും. ഇനിയിപ്പോൾ മൊബൈലിൻ്റെ മേലെ ഞാൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇത് പരസ്യങ്ങൾ ഒത്തിരി ഉണ്ട്. ഇതിൽ ഏതാണ് വേണ്ടത് അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യാം. മൊബൈൽ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒത്തിരി മൊബൈലുകൾ ഓപ്പണായി വരും. ഇതിൽ ഒരു പ്രോഡക്റ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. ഈ വന്നത് ഓട്ടോമാറ്റിക് പരസ്യങ്ങളാണ്. ഇതല്ല, കൺഫ്യൂഷൻ ആവരുത്. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻടു മാർക്ക് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ വെബ്സൈറ്റിനെ കാണിക്കും. ഇതൊക്കെ മൊബൈലിൻ്റെ ഇൻഫർമേഷൻ ഇവിടെ വന്നിട്ടുണ്ടാവും. കണ്ടോ, ഒത്തിരി മൊബൈൽ വന്നിട്ടുണ്ട്. ഈ മൊബൈലുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ. മൊബൈൽ പ്രോഡക്റ്റ് തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നും പറഞ്ഞിട്ടില്ല. ഏത് പ്രോഡക്റ്റ് വേണ്ടിക്കാനും എടുക്കാം. പക്ഷേ
പെർട്ടിക്കുലറായിട്ട് ഏതെങ്കിലും ഒറ്റൊരു മൊബൈൽ അങ്ങനെ സെലക്ട് ചെയ്യുക. അതേമാതിരി നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അങ്ങനെ മറ്റ് പ്രോഡക്റ്റുകളോ ഡ്രസ്സോ എന്തെങ്കിലും ആവാം. പക്ഷേ ഒരു ഐറ്റം വേണം സെലക്ട് ചെയ്യാൻ. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ഐറ്റമിൻ്റെ മുകളിൽ സെലക്ട് ചെയ്യുകയാണ്. ഇതൊരു പ്രോഡക്റ്റ്, അതിൻ്റെ മുകളിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ മൊബൈൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നു. എന്താണ് ഇവിടെ പേര് കാണിക്കുന്നത്? OnePlus Nord 4 5G. ഇത് ശങ്കർ സാർ ഇത് തന്നെയാണ് കാണിച്ചു തന്നത്, ഞാനും അതിൻ്റെയാണ് കാണിക്കുന്നത്. ഈ മൊബൈലിൻ്റെ ലിങ്കാണ് ഏറ്റവും മുകളിൽ ഇവിടെ കാണിക്കുന്നത്. ലിങ്ക് URL എല്ലാം ഒന്ന് തന്നെയാണ്. അതിനൊന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇവിടെ താഴെ എവിടെയെങ്കിലും കോപ്പി എന്ന് കാണിക്കും. അതല്ലെങ്കിൽ ചിലപ്പം പ്രസ് ചെയ്ത് പിടിച്ച ഉടനെ തന്നെ ഇവിടെ എവിടെയെങ്കിലും കോപ്പി എന്ന് കാണിക്കും. എനിക്കിവിടെ താഴെയാണ് കാണിക്കുന്നത്, ശ്രദ്ധിക്കുക. ഞാനിത് കോപ്പി ചെയ്യുകയാണ്. താഴെ കണ്ടോ ലിങ്ക് കോപ്പിഡ് എന്ന് കാണിക്കുന്നത്. എല്ലാവർക്കും അവിടെ താഴെ കാണിക്കണമെന്നില്ല, ഇവിടെ ആയിരിക്കും ചിലപ്പോൾ കാണിക്കുക. ഓക്കെ, ഇപ്പോഴത് കോപ്പി ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ ബ്രൗസറിൽ വരിക. അതായത് നമ്മുടെ കമ്പനിയുടെ ഓപ്പൺ ചെയ്ത് വെച്ച ബ്രൗസറിലേക്ക് വരിക. ഓക്കെ, ഇവിടെ സ്റ്റെപ്പ് 6 പറയുന്നുണ്ട് സബ്മിറ്റ് ബിലോ ടാസ്ക് ഫോം വിത്ത് കോപ്പിഡ് URL. നമ്മൾ എന്താണോ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ളത് ആ URLനെ ഇവിടെ സബ്മിറ്റ് ചെയ്യണം, പേസ്റ്റ് ചെയ്യണം. ഓക്കെ, അതാണ് പറയുന്നത്, പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. ഇവിടെ എൻ്റെ പേര് കാണിക്കുന്നുണ്ട്, സ്റ്റാഫ് ID കാണിക്കുന്നുണ്ട്. ഇവിടെ ടൈറ്റിൽ എന്ന് കാണിക്കുന്നിടത്ത് ആമസോൺ എന്ന് ടൈപ്പ് ചെയ്യണം. പേര് മാത്രം, വേറെ ഒന്നും ടൈപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആമസോൺ എന്ന പേര് മാത്രം ടൈപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നും ടൈപ്പ് ചെയ്യാൻ പാടില്ല, റിജക്റ്റ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ID ബ്ലോക്ക് ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആമസോൺ എന്ന് ടൈപ്പ് ചെയ്യണം. അതിൻ്റെ ശേഷം ഇവിടെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, ചൂസ് ടൈപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡൗൺ ആരോ കീ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ വെബ്സൈറ്റ് തന്നെ തിരഞ്ഞെടുക്കണം, വേറെ ഒന്നും ക്ലിക്ക് ചെയ്യാൻ പാടില്ല. ഇവിടെയുള്ള ഈ ബട്ടണിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ ടാസ്കിനാണ് വെബ്സൈറ്റിന് മുകളിൽ ക്ലിക്ക് ചെയ്യണം എന്ന് പറഞ്ഞത്. നാളെ ടാസ്ക് മാറുകയാണെങ്കിൽ അപ്പോൾ അതിന് കൃത്യമായിട്ട് വേണം എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന് കൃത്യമായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഇന്നത്തെ ടാസ്കിന് വെബ്സൈറ്റ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ടാസ്ക് മാറുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്, അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ ടാസ്കിന് വെബ്സൈറ്റാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ വെബ്സൈറ്റ് അവിടെ വരും. ഇനിയാണ് നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് കോപ്പി ചെയ്ത് വെച്ച ആ ഒരു URL ഉണ്ടല്ലോ, അത് ഇവിടെ പേസ്റ്റ് ചെയ്യണം. ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ പേസ്റ്റ് എന്ന ഓപ്ഷൻ അവിടെ മുകളിൽ വരും, ക്ലിക്ക് ചെയ്തേക്കുക. കണ്ടോ, ഇപ്പോൾ അത് പേസ്റ്റായി. ഇതുപോലെ തന്നെ ചെയ്യണം. വേറെ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അവിടുന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവരാനൊന്നും ശ്രമിക്കരുത്, അതൊക്കെ ലിങ്കൊക്കെ മാറിപ്പോകും. ഞാൻ ഇതിൽ ഡെമോയിൽ കാണിച്ചു തന്ന അതേ രീതിയിൽ തന്നെ ചെയ്യണം. ഇത് ഇത്ര കാര്യങ്ങൾ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതാണ് പ്രൊസീജിയർ. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ ഗ്രീൻ കളറിൽ ഇങ്ങനെ കാണിക്കും, യുവർ ടാസ്ക് ഹാസ് ബീൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ₹5 ഓൾസോ ആഡഡ് ടു യുവർ വർക്കിംഗ് വാലറ്റ്. ഇവിടെ ₹5 ആഡ് ചെയ്തു എന്ന് പറഞ്ഞത് ഇത് ഡെമോ വീഡിയോ ആയതുകൊണ്ട് മാത്രം ₹5 തന്നിരിക്കുകയാണ്. ആക്ച്വലി ഈ ₹5 തരേണ്ട ആവശ്യമില്ല എന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട്. ഡെമോ ആണ് ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത്, കമ്പനിയുടെ വർക്കല്ല. കമ്പനിയുടെ വർക്കിന് വേണ്ടി നമ്മൾ തയ്യാറാവണം, അതിനു വേണ്ടിയിട്ടുള്ള ഡെമോ മാത്രമാണ്. ഇതിപ്പോൾ ചെയ്യുന്നത് ഒറിജിനൽ അല്ല, ഡെമോ വീഡിയോകൾ മാത്രമാണ്. അതിന് എമൗണ്ട് തരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കമ്പനി ഒരു ഉദ്ദേശം വെച്ചിട്ട് ₹5 നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സബ്മിറ്റ് ചെയ്താൽ ഇങ്ങനെയാണ് വരേണ്ടത്. അതിന് ശേഷം ഇവിടെ എന്താണ് പറയുന്നത്, യുവർ നെക്സ്റ്റ് ടാസ്ക് വിൽ ബി അലോഡ് ഓൺ ദ 3rd ഡേ ആഫ്റ്റർ ദിസ് ഫോം സബ്മിഷൻ. ഈ ഫോം സബ്മിറ്റ് ചെയ്തതിന് ശേഷം 3 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത ടാസ്ക് വരിക എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് ഇത്രയാണ് ടാസ്ക് ചെയ്യേണ്ട രീതി. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പേയ്മെൻറ്റ് കയറിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് തന്നെ വരിക. നെയിമിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. അതിന് മുകളിൽ ഡാഷ്ബോർഡിന് ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഇവിടെ പേ ഔട്ട് ഹിസ്റ്ററി എന്ന് കാണിക്കും. ഏറ്റവും താഴെ പേ ഔട്ട് ഹിസ്റ്ററി, ഇതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഒരൽപ്പം സ്ക്രോൾ ചെയ്താൽ ഇവിടെ കണ്ടോ അഡ്മിൻ എന്ന് കാണിക്കും, മൈ ടാസ്ക് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ പേയ്മെൻറ്റ് ₹5 കാണിക്കുന്നുണ്ട്. ഡേറ്റ് ടൈമിങ്സ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ടാസ്ക് കമ്മീഷൻ എന്നെഴുതിയിട്ട് ഡേറ്റ് ഇവിടെയും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ പഴയതൊക്കെ ആദ്യം ഉണ്ടായതാണ്, അതൊന്നും നോക്കേണ്ടതില്ല. ഇതൊന്ന് മാത്രം, ഇന്നത്തേത് മാത്രം നോക്കിയാൽ മതി. ഇത്രയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതേപോലെ ടാസ്ക് വാലറ്റിലും നമ്മുടെ എമൗണ്ട് കാണാൻ സാധിക്കും. അത് 0 ആയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എമൗണ്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് വരത്തില്ല. ഓക്കെ, ഇവിടെ ₹5 കാണിക്കുന്നുണ്ട്. ടാസ്ക് വാലറ്റ് എന്നത് കണ്ടോ, ഇവിടെ ₹5 എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ,